ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. കട്ടൻ ചായ 108 അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ലക്ഷ്മി വെൽക്കംസ് യു. ഇന്നത്തെ നമ്മുടെ സന്തോഷ വാർത്ത, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 2490 പേരായി. എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ഈ പ്രോഗ്രാമിലേക്ക് സഹൃദയമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കട്ടൻ ചായയുടെ ജോലി തുടങ്ങാം. ഇപ്പോൾ നമ്മൾ അതിൻ്റെ മൊത്തം ഒരു വ്യൂ ആണ് കാണുന്നത്. അതായത് ഈ പ്രോഗ്രാം നടത്തുന്നതിനുള്ള സ്ഥലത്തിൻ്റെ ഒരു കോർണറിൽ, അതായത് നമ്മുടെ അടുക്കളയുടെ ഒരു കോർണറിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഓരോ സാധനങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. അതിന് വേണ്ട ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു, ഒരു ചെരുവലുണ്ടായിരുന്നു. അപ്പോൾ ഫിൽറ്ററിങ് യൂണിറ്റ് ഉണ്ട്. അത് എല്ലാം കൂടെ വെച്ചിരിക്കുന്നത് നമ്മുടെ വുഡ് പെക്കർ തന്ന കട്ടിംഗ് ബോർഡിലാണ്. അപ്പോൾ ഓരോ സാധനങ്ങളും പ്രത്യേകം നിങ്ങൾ കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. ഗ്രീൻ ടീ ആണ് ഇന്ന് ഉപയോഗിക്കുന്നത്. കറുവാപ്പട്ട, ഇഞ്ചി, ഏലക്ക, ഇതെല്ലാം സംഭവങ്ങളും റെഡിയാണ്. അപ്പോൾ ഇത് നമ്മുടെ വർക്ക് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് വിൻഡോയിൽ നമ്മുടെ സ്വീറ്റ്നർ, അതായത് മധുരം അത് ഉരുപ്പുണ്ട്. അത് സമയത്ത് ഇങ്ങെടുത്താൽ മതി. അപ്പോൾ നമ്മൾ പാത്രം അടുപ്പിലോട്ട് വെച്ചു. ഹീറ്ററെല്ലാം ഓൺ ചെയ്തായിരുന്നു. ഹീറ്റർ ഓൺ ചെയ്ത് 120 സെക്കൻഡ്സ് മിനിറ്റ് 2 മണിക്കൂർ നേരത്തേക്കുള്ള സെറ്റിംഗ് ആണത്. പക്ഷേ നമുക്ക് ഇവിടെ 2 മിനിറ്റ് നേരം നിങ്ങളോട് ഞാൻ സംസാരിക്കും സ്പെഷ്യലായിട്ട്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൂടാതെ വീണ്ടും സംസാരിക്കുന്നതാണ്. അത് ഇഞ്ചി ഇട്ടതിന് ശേഷം കറുവാപ്പട്ട ഇടും. അപ്പോൾ 2 മിനിറ്റ് നേരത്തേക്ക് ഈ സമയം വെള്ളം തിളച്ച് വരാനുണ്ട്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന എന്തിനാണ് ഞാൻ ഈ പ്രോഗ്രാം നടത്തുന്നത്, 2-3 കാര്യങ്ങൾ. ഒന്നതൊരു പ്രയറാണിത്. രണ്ടാമത്തെ കാര്യം കൺസിസ്റ്റൻസി. മൂന്നാമത്തെ കാര്യം വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിൾസാണിത്. മറ്റുള്ളവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശരിയാണ്. അതായത് നമ്മൾ ഒരു വീഡിയോ എഡിറ്റ്, ഇപ്പോൾ 108 പ്രാവശ്യം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പം ഇതിൻ്റെ അകത്ത് ഒരു നോളജ് കൂടുന്നുണ്ട്. പിന്നെ ഞാൻ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയുകയാണ്. ആരും സബ്സ്ക്രൈബ് ചെയ്തു പോകരുത്, സ്കിപ്പ് ചെയ്ത് പോകരുത്. എൻ്റെ സബ്സ്ക്രിപ്ഷൻ ഞാൻ ആർക്കും കൊടുക്കാൻ തയ്യാറാണ്. എന്നോട് ഒരു അക്ഷരം പോലും ചോദിക്കേണ്ട, ഒരൊറ്റ പണി മാത്രം നിങ്ങൾ ചെയ്താൽ മതി. എൻ്റെ 1500 വീഡിയോ ഉണ്ട്, കുഞ്ഞും വലുതുമായിട്ട്. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം ഓപ്പൺ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇതിലോ ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കേൾക്കാത്തവർ, അവരോട് പറയുക ഈ ഐഡിയിൽ, അതായത് ലക്ഷ്മി 34535 എന്ന് പറയുന്ന ഈ ഐഡിയിൽ വീഡിയോ ഏതെങ്കിലും ഒരെണ്ണം ഓപ്പൺ ചെയ്യുക. പഴയതോ പുതിയതോ എന്ത് വേണേലും ഓപ്പൺ ചെയ്യുക. അതിലേക്ക് ഒരു ഇമോജി ഇടുക. കമൻറ്റ് ബോക്സിൽ ഒരു ഇമോജി ഇടുക. ഹാർട്ടോ എന്ത് വേണമെങ്കിലും, ഹാർട്ടോ, തലയോ, കയ്യോ, എന്തെങ്കിലും ഇടുക. അതിനുശേഷം അത് ക്ലോസ് ചെയ്യുക. ഈ പ്രക്രിയ ഒരു 3 സെക്കൻഡ് കൊണ്ട് തീരും. അതിൽ കൂടുതൽ നിങ്ങൾ ആ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. 3 ദിവസത്തിനകം നിങ്ങളുടെ വീഡിയോ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിരിക്കും. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഇൻഫർമേഷൻ ഞാൻ എഴുതുകയും ചെയ്യും. ഏത് വീഡിയോ ആണ് ഞാൻ കണ്ടത് നിങ്ങളുടെ അതിനകത്ത് വരും. അപ്പോൾ നമ്മുടെ ഇതിനകത്തൊരു ടെക്നിക്ക് നിങ്ങൾ പുതിയ ആൾക്കാർ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ YT യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഈ ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ വീഡിയോ ആരാണ് കണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഇൻഫർമേഷൻ, ആരാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ നമ്മുടെ സമയം തീർന്ന് നമ്മൾ ചായയുടെ ഇടുകയാണ്. ചായയുടെ ഇല, അതായത് തേയില നമ്മൾ ഇട്ടു. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നല്ല സുഗന്ധമാണ് വരുന്നത്. കറുവാപ്പട്ട, ഏലക്ക, ഇഞ്ചി ഇതെല്ലാം കൂടി കിടന്ന് തിളയ്ക്കുന്നതിൻ്റെ ഒരു നല്ല മണം. നമ്മൾ അത് തിളച്ചു, ചായ റെഡിയായിരിക്കുന്നു. നമ്മൾ അതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തു. ഇനി നമ്മൾ ചായ ഫിൽറ്റർ ചെയ്തെടുക്കുകയാണ്. ഫിൽറ്റർ ചെയ്യുന്നതിന് മുമ്പ് സ്വല്പം നേരം അതവിടെ ഇരിക്കണം. അത് നമ്മൾ ക്യാമറ ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതായത് സ്വല്പം നേരം അവിടെ ഇരിക്കാൻ അതിന് സമയം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത്, ഇപ്പോൾ തുണി എടുത്തതിന് ഞാൻ കപ്പ് പാത്രം പിടിച്ചെടുക്കാനായിട്ടുള്ള ടോങ്സിന് പകരം തുണി കൊണ്ട് പിടിക്കാവില്ല. അപ്പോൾ നമ്മൾ ആ ഷുഗർ ഫ്രീ സ്വീറ്റ്നർ മധുരം നമ്മൾ 2 ഗ്ലാസ്സിന് വേണ്ടി 2 പെല്ലറ്റ് നമ്മുടെ ഫിൽറ്ററിങ് യൂണിറ്റിലേക്ക് ഇടുകയാണ്. ഇതിലേക്കാണ് നമ്മൾ ചായ അരിച്ചൊഴിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെയാണ് നമുക്ക് 3 കൈ വേണ്ട ഒരു പ്രോസസ്സിന് ഞാൻ ബൈപ്പാസ് ചെയ്തതാണ് ഇതിന് വേണ്ടിയിട്ട്. അതായത് ഈ അരിപ്പ് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈ ഒഴിവാക്കാം. അപ്പോൾ വെള്ളം നമ്മൾ അരിച്ചെടുത്തു, അതായത് ചായ നമ്മൾ അരിച്ചെടുത്തു. ഇനി നമുക്ക് കപ്പിലേക്ക് പകരണം. അതിനുമുമ്പ് അതൊന്ന് ഇളക്കണം, നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇത് നല്ലൊരു ഐറ്റമാണ് സ്വീറ്റ്നർ. അതായത് നമുക്ക് ഈ പഞ്ചസാരയുടെ ദൂഷ്യവശങ്ങൾ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ രസം.
പഞ്ചസാര നമ്മൾ കഴിക്കുന്നത് വലിയ മോശമായ ഒരു തെറ്റായ ഒരു കാര്യമാണെന്നാണ് എല്ലാവരും പറയുന്നത്. പലഹാരങ്ങളിലും ഈ സാധനം ഇടാമെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചായ, മധുരമുള്ള ചായ തന്നെ റെഡിയായിട്ട് നമ്മളെടുത്ത് കപ്പിനകത്തെടുത്തു. കപ്പിൽ നിന്ന് അത് നമ്മൾ മേശപ്പുറത്ത് കൊണ്ട് വെച്ചു. മേശപ്പുറത്ത് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മേശപ്പുറത്ത് നമ്മൾ കൊണ്ടുവച്ചതിന് ശേഷം പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി നമ്മൾ ബൈബിൾ കൊണ്ടുവരും. അപ്പം ബൈബിള് ഇന്ന് നല്ല പുത്തൻ ബൈബിൾ പോലെ തോന്നുന്നു. പക്ഷേ ഞാനത് കവർ എടുത്ത് കളഞ്ഞാണ്. എൻ്റെ ആ പ്ലാസ്റ്റിക് കവർ ഉണ്ടായിരുന്നില്ല, അതെടുത്ത് തന്നെ പുതിയ കവർ ഇടണം. അപ്പോൾ ഇന്നത്തേക്കത് നല്ല ഷൈനിങ് കാണും. വളരെ ആദരവോടു കൂടി തന്നെയാണത് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. എടുത്തുകൊണ്ട് വരുന്നതും പ്രാർത്ഥിക്കാനായിട്ട് ഉപയോഗിക്കുന്നതും വീട്ടിൽ വെച്ച് വായിക്കുന്നതും എല്ലാം. അപ്പോൾ ഡെയിലി ഒരു ചാപ്റ്റർ വായിക്കാനായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ നമുക്ക് എവിടെ നിന്നാണ് വചനം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാദർ മാത്യു വയലാമണ്ണിൽ അച്ഛൻ്റെ പ്രസംഗത്തിൽ നിന്നാണ്. അതിൻ്റെ ഇന്നത്തെ വചനം നമ്മൾക്ക് ഞാനിവിടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. അധ്യായം 6, സംഖ്യ എന്ന് പറയുന്ന പുസ്തകത്തിലുള്ള സംഖ്യ അധ്യായം 6, പുരോഹിതൻ്റെ ആശീർവാദം. 22, കർത്താവ് മോശയോട് അരുളി ചെയ്തു, അഹ്റോനോടും പുത്രന്മാരോടും പറയുക, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണം. 24, കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. 25, അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. 26, കർത്താവ് കരുണയോട് കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. 27, ഇപ്രകാരം അവർ ഇസ്രായേൽ മക്കളോട് എൻ്റെ നാമം ഉറപ്പിക്കട്ടെ, അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും. വചനം ഇവിടെ തീർന്നു. കർത്താവ് ഈ വചനം കേട്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ പ്രോഗ്രാം. ശുഭം.